നമുക്ക് ഈ കാച്ചിൽ എങ്ങനെ വിളവെടുക്കുമ്പോൾ വലിയ ഒരു വിളവ് കിട്ടാമെന്ന ഒരു വീഡിയോസാണ് ഞാനിവിടെ പറയുന്നത്. അതിനൊരു പ്രത്യേക ഒരു ട്രിക്കാണ്, അതിന്റെ ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. ഇതൊരു വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു 65 വയസ്സുള്ള ഒരു അച്ചായൻ പറഞ്ഞ അനുസരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം കാച്ചിൽ ഏകദേശം സാമാന്യ വലിപ്പത്തിൽ നമ്മൾ പൂള് വെട്ടുക. പൂള് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് ചാണകത്തിൽ മെഴുകുക. പിന്നീട് ചാണകവും പിന്നെ നമ്മുടെ ചാരവും കൂടെ ഇട്ട് മെഴുകുക. എന്നിട്ട് അതൊരു നല്ല കുറുകിയ ചാണക വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതിനകത്ത് കുറച്ച് വളം, എന്തെങ്കിലും ഒരു വളത്തിന്റെ ഒരു ചിരട്ടയെങ്കിലും ഇടുക. ഏകദേശം ഒരു 10-12 പൂളിന് ഇട്ട് ഒരു ദിവസത്തേക്ക് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അതെടുത്ത് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കുക. ഏകദേശം 2 ദിവസത്തെ ഉണക്ക് മതി. മൊത്തം ചിലപ്പോൾ ഉണങ്ങത്തില്ല, എങ്കിലും തിരിച്ചും മറിച്ചും 2 ദിവസത്തേക്ക് ഉണക്കുക. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നവർ തന്നെ ഏകദേശം വലിയ കുഴി എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ചപ്പ് ചവറുകൾ ഇടുക. അതിനകത്ത് അതിന് മുകളിലുള്ള നമ്മൾ ചാണകം, ചാരം എന്നിവ ഇടുക. പിന്നെ അതിനുശേഷം കുറച്ച് മണ്ണിട്ടിട്ട് പിന്നെ അതിന് മണ്ട ചപ്പ് ചവറുകളൊക്കെ ഇടുക, അല്ലെ കരിയിലേക്ക് ഇടുക, ഉണങ്ങിയ കരിയിലൊക്കെ ഇട്ടിട്ട് പിന്നെ ശകലം ചാരം ഇടുക. പിന്നെ നമ്മൾ കാച്ചിലങ്ങ് നട്ടിട്ട് കൂമ്പാരം കൂട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. കാച്ചിൽ നടുന്നത് അങ്ങനെ തന്നെ ചെയ്യുക. ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പ് മറക്കാതിരിക്കുക. നമ്മളത് ചാണകത്തിലും പിന്നെ വളത്തിലും ചാരത്തിലും നനച്ച് മുക്കി വയ്ക്കുക ഒരു ദിവസത്തേക്ക്. ഒരു ദിവസം വൈകിട്ട് മുക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ അതെടുത്ത് വെയിലത്ത് വയ്ക്കുക. 2 ദിവസം ഉണങ്ങുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കാച്ചിലിനെ നമ്മൾ വലിയ വിളവെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നട്ടിട്ട് അത് കിളുത്ത് വരുന്ന സംഭവമാണ്. കിളുത്ത് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് കൂടി അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ നിങ്ങൾ എന്നിട്ട് അത് വിളവെടുത്ത് നോക്ക്. ഏകദേശം വലിയ കാച്ചിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക എന്ന്. ഈ കാച്ചിൽ മുളച്ച് വന്നതിന് ശേഷം ഞാൻ കണ്ടു അതിന്റെ തണ്ട് അങ്ങ് ഒടിച്ചു കളയും. ഈ പയറിന്റെയൊക്കെ തണ്ടൊക്കെ ഒടിച്ചു കളയുമ്പോൾ കൂടുതൽ ശിഖരങ്ങളുണ്ടായി, കൂടുതൽ പയർ വിത്തുകളൊക്കെ ഉണ്ടാവും, കൂടുതൽ പയറൊക്കെ കായ്ക്കത്തില്ല. അതുപോലെ ഇതിന്റെ തണ്ട് ഒടിച്ചു കളയും. അതിന്റെ തണ്ട് ഒടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണ്ട് ഒടിച്ചു കഴിഞ്ഞതിന് ശേഷം ആ തണ്ടിൽ നിന്ന് 2-3 വള്ളികൾ രൂപപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇലകളൊക്കെ കൂടുതലുണ്ടാകും. അതിന് കൂടുതൽ ഭക്ഷണം ലഭിക്കുവാനാണെങ്കിൽ ഇലയുടെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ആ കാച്ചിലിന് കഴിയുകയും അതിന്റെ കിഴങ്ങ് കൂടുതൽ വലുതാവുകയും ചെയ്യും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇവിടെ നട്ടേക്കുന്ന കാച്ചിൽ ഏകദേശം ഒരു 1.5 മാസം അടുത്തായിട്ടുണ്ടാവും. അത് മുളച്ചു വന്നതിന് ശേഷം ഉണ്ടോ അതിന്റെ വള്ളികളൊക്കെ ഞാൻ കയറ്റി വിട്ടേക്കുന്നത് വലിയ മരത്തേലോട്ടാണ്. വലിയ മരത്തേലോട്ട് വേണം അത് കയറ്റി വിടാൻ. വാഴയിലോട്ട് കയറ്റി വിടുന്നതിനേക്കായി നല്ലത് വലിയ മരത്തേലോട്ട് കയറ്റി വിടണം. കണ്ടോ ആ വള്ളികൾ കണ്ടോ, നല്ല കനമുള്ള വള്ളികളാണ്. 2-3 വള്ളികളാണ് ഒരു കാച്ചിലെ വന്നേക്കുന്നത്. കണ്ടോ 2-3 ശക്തമായിട്ടുള്ള 2-3 വള്ളികൾ അത് മരത്തേലോട്ട് കയറ്റി വിട്ടേക്കാണ്. മരത്തേലോട്ട് കയറ്റി വിട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് ഹൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ ആ മരത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അത് കൂടുതൽ വളരും. വളർന്നു പോകും. വാഴയിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് വളരാൻ പറ്റാത്തൊരു സാഹചര്യമില്ല. ഇത് മേളിലോട്ട് ഇങ്ങനെ വളർന്ന് പൊക്കോണ്ടേയിരിക്കുക. മരത്തിനകത്ത് നിറയെയും അത് കയറും. അതുകൊണ്ടാണ് ഞാൻ ആ വലിയ തേക്കയിലോട്ട് കയറ്റി വിട്ടത്. 2-3 വള്ളികളുണ്ട് അതിനകത്ത്. അങ്ങനെ 2-3 വള്ളികളുടെ സഹായത്തോടെയാണ് ഒരു കാച്ചിൽ വലുതായിക്കൊണ്ടിരിക്കുന്നത്. അത് ആ വലിയ മരത്തേലോട്ട് തന്നെ കയറ്റി വിടും. വാഴയിലൊന്നും ഞാൻ കയറ്റി വിട്ടിട്ടില്ല. ഇതെല്ലാം മരത്തേലാണ് കയറ്റി വിട്ടത്. കണ്ടോ നല്ല ഹൈറ്റിലാണ്, നല്ല സൂര്യപ്രകാശം ലഭിക്കാൻ സാധ്യതയുള്ള നല്ലവണ്ണം അത് മേളിലോട്ട് കിളന്ന് പോവുകയാണ്.